إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ ഈ ജനുവരി 7 മുതൽ ആളിപ്പടർന്ന കാട്ടുതീ നമ്മെ പല കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചു. പല ആളുകളും ഇന്ന് അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. ബില്യൺ കണക്കിന് ഡോളറുകൾ അവിടെ നശിച്ചു. പല മനുഷ്യരും വെന്തുമരിക്കുകയുണ്ടായി. ബിൽഡിങ്ങുകളും പാർക്കുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തുടങ്ങി വീടുകളുമെല്ലാം ചാരമായി മാറിയ കാഴ്ചയും നമ്മൾ കണ്ടു. മനുഷ്യന്മാർ താൻ എത്ര നേടിയെന്ന് അഹങ്കരിച്ചാലും ലോകത്ത് ഞങ്ങളെ വെല്ലാൻ ആരുമില്ല, ഞങ്ങളെക്കാൾ ശക്തരായൊരു രാജ്യവും ലോകത്തില്ല എന്ന് പറഞ്ഞ് അധികാരത്തിൻ്റെയോ അരമനയിൽ കയറി അഹങ്കാരത്തോടുകൂടി ജീവിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾക്കും ശിക്ഷകൾക്കും മുമ്പിൽ മനുഷ്യരായ നാം നിസ്സഹായരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
വഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യർ ദുർബലമായി കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇന്റെ 28-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ആശ്രിതരാകുന്നു എന്ന് സൂറത്തു ഫാത്തിറിലെ 15-ാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ കഴിയും. എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടും അവർക്കൊന്ന് തീ അണക്കുവാൻ സാധിക്കുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ലോകത്ത് പല രാജ്യങ്ങളിലേക്കും ആയുധങ്ങൾ കയറ്റി അയക്കുന്നവരാണവർ. ഫലസ്തീനിലെ പിഞ്ചു മക്കളടക്കമുള്ളവരെ നിഷ്കരുണം വധിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഇസ്രായേലിന് എല്ലാ രൂപത്തിലുമുള്ള ആയുധങ്ങളും നൽകുന്നവരാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഈ അപകടമുണ്ടാകുന്ന ദിവസങ്ങൾക്ക് മുമ്പ് ലോസ് ആഞ്ചലസിലെ വളരെ പ്രസിദ്ധനായ ഒരു സിനിമാ നടൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു, ഒരിക്കലും നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കരുത്, ഇവർക്കൊരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല, അതുപോലെ തന്നെ ഒരു കോംപ്രമൈസിനും നിങ്ങൾ തയ്യാറാകരുത്. ഹാഷ്ടാഗ് ഇട്ടുകൊണ്ട് അയാൾ എഴുതി, അവരെ എല്ലാവരെയും വധിച്ചു കളയണമെന്ന്. അതേ ആള് അദ്ദേഹത്തിന്റെ വീട് നശിച്ച് എല്ലാം തകർന്ന് തരിപ്പണമായി പിന്നീട് സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് വീഡിയോയിലൂടെ അദ്ദേഹം പറയുന്നത്, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന കരച്ചിലാണ് നമ്മൾ കേൾക്കുന്നത്. ബന്ദികളെ വിട്ടയച്ചിട്ടില്ലെങ്കിൽ മധ്യേഷ്യ നരകതുല്യമാക്കുമെന്ന് പറഞ്ഞ് അഹങ്കരിച്ച ആളുകൾ, അവർക്കുള്ള അഹങ്കാരത്തിനുള്ള ഒരു തിരിച്ചടിയായിക്കൊണ്ടാണ് ഇത്തരം പരീക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം ദുരന്തങ്ങളിൽ നല്ല ആളുകളും അവർ വധിക്കപ്പെടും, അല്ലെങ്കിൽ നല്ല ആളുകളും മരണപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപകടം വരുമ്പോ മൊത്തത്തിലാണ് കടന്നു വരിക. അള്ളാഹുവിന്റെ ഒരു അദാബ്, അതിലൊരു പരീക്ഷണം കടന്നു വരുമ്പോ വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ, നിങ്ങൾ ശിക്ഷയെ സൂക്ഷിക്കണം, ഫിത്നയെ സൂക്ഷിക്കണം. നിങ്ങളിൽ അക്രമികൾക്ക് മാത്രമായി കൊണ്ടല്ല അത് കടന്നു വരിക, മറിച്ച് അത് മൊത്തത്തിലാണ് കടന്നു വരിക. വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിങ്ങൾ അറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി ശിക്ഷിക്കുന്നവനാകുന്നു. സൂറത്തുൽ അൻഫാലിന്റെ 25-ാമത്തെ ആയത്താണ്. ഇത്തരം തീപ്പൊള്ളലേറ്റുകൊണ്ട് മരണപ്പെടുന്ന വിശ്വാസിയാണെങ്കിൽ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വസാഹിബുൽ ഹരീഖി ഷഹീദുൻ, തീപ്പൊള്ളലേറ്റ് മരണപ്പെടുന്ന ആളുകൾ അവർ ഷഹീദാകുന്നു എന്നാണ്. ഒരു നാട്ടിലൊരു ദുരന്തമുണ്ടാകുമ്പോ അത് ശിക്ഷയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ പല സംഭവ വികാസങ്ങളും ചേർത്ത് വെച്ച് നമ്മൾ വായിക്കുമ്പോ ഒരു പക്ഷെ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയതായിരിക്കാമെന്ന് നമുക്ക് നിഗമനിക്കാം. ഈ സ്ഥലത്ത് തന്നെ ഈ ദുരന്തമുണ്ടാകുന്ന തലേ ദിവസം അള്ളാഹുവിനെ പരിഹസിച്ചുകൊണ്ട് പ്രത്യേകമായ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടതായി നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. എന്ന വിശ്വാസികൾക്ക് ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടും, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടും, സാമ്പത്തിക നഷ്ടം കൊണ്ട് പരീക്ഷിക്കപ്പെടും, അതുപോലെ തന്നെ ജീവനഷ്ടം കൊണ്ട് പരീക്ഷിക്കപ്പെടും, വിഭവനഷ്ടങ്ങൾ അതും ഒരു പരീക്ഷണമാണ്. അത്തരം പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നതാണ്. അവിടെ ഈ ദുരന്തം അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല ഇത് പരീക്ഷണം, എല്ലാവർക്കുള്ള പരീക്ഷണമാണത്. അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മർറതൻ ഔ മർറതൈൻ, ഓരോ വർഷവും ഒന്നോ രണ്ടോ തവണ അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സുമ്മ ലാ യതൂബൂന വലാ ഹും യദ്ദക്കറൂൻ, എന്നിട്ടും അവരൊന്ന് അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുന്നില്ല, അവർ ഉറ്റാലോചിക്കുന്നുമില്ല. സൂറത്തു തൗബയിലെ 126-ാമത്തെ ആയത്താണ്. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഓരോ വർഷവും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കോവിഡ് പോലെയുള്ള പകർച്ചവ്യാധികൾ കടന്നു വരുന്നു.
വെള്ളപ്പൊക്കം പോലെ, ഉരുൾപൊട്ടൽ പോലെ, ചുഴലിക്കാറ്റുകൾ പോലെ, ഈ രൂപത്തിലുള്ള തീപിടുത്തങ്ങൾ പോലെ പല നിലക്കുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും നാട്ടിലുമൊക്കെ ഓരോ വർഷവും കടന്നുകൊണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അല്ലാഹുവിങ്കലേക്കൊന്ന് ഖേദിച്ചു മടങ്ങാൻ, ഒന്ന് ഉറ്റാലോചിക്കുവാൻ അവർ തയ്യാറാകുന്നില്ല എന്നാണ്. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അതിൻ്റെ നിത്യപ്രസക്തി നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതാണോ എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ. അതാണ് അതിന്റെ പ്രസക്തി, നിത്യപ്രസക്തി എന്ന് പറയുന്നത്. അത് സർവകാലികമാണ്. അല്ലാഹു തആല പറയുന്നു, അഫഅമിനല്ലദീന മക്കറുസ്സയ്യിആത്ത്, തിന്മകൾ ചെയ്യുന്ന, കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളുകൾ നിർഭയരാണോ? അൻ യഖ്സിഫല്ലാഹു ബിഹിമുൽ അർള്, അല്ലാഹു അവരെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയില്ല എന്ന്. ഔ യഅതിയഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അവർ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ. സാധാരണ കാട്ടുതീ ഉണ്ടാവല് ചൂടുകാലത്താണ്, എന്നാൽ ഉണ്ടായത് തണുപ്പ് കാലത്താണ്. മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അവർ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ, ഓർക്കാത്ത ഭാഗത്തുകൂടി അവർക്ക് അല്ലാഹുവിന്റെ അദാബ് കടന്നു വരുന്നതിനെ സംബന്ധിച്ച് അവർ നിർഭയരാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. സൂറത്തു ഫാത്തിറിന്റെ 44-ാമത്തെ ആയത്തിൽ കാണാം, വമാ കാനല്ലാഹു ലിയുഅ്ജിസഹു മിൻ ശൈഇ ഫിസ് സമാവാതി വൽ അർള്, ആകാശത്തോ ഭൂമിയിലോ യാതൊരാൾക്കും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ പരീക്ഷണത്തെ മറികടക്കാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തെ തടഞ്ഞുവെക്കാൻ ലോകത്ത് ഒരു സംവിധാനങ്ങൾക്കും സാധ്യമല്ല. ഖിയാമത്ത് നാളിന് മുമ്പ് ഓരോ നാട്ടിലും അള്ളാന്റെ അദാബ് ഇറങ്ങും. വഇൻ മിൻ ഖറിയത്തിൻ ഇല്ലാ നഹ്നു മുഹ്ലികൂഹാ ഖബ്ല യൗമിൽ ഖിയാമ ഔ മുഅദ്ദിബൂഹാ അദാബൻ ശദീദാ. ഖിയാമത്ത് നാളിന് മുമ്പ് ഒരു നാടിനെയും അല്ലാഹു നശിപ്പിക്കാതിരിക്കുകയില്ല, അല്ലെങ്കിൽ ശക്തമായി ശിക്ഷിക്കാതിരിക്കുകയില്ല. കാന ദാലിക ഫിൽ കിതാബി മസ്തൂറാ, അല്ലാഹുവിന്റെ കിതാബിൽ, അല്ലാഹുവിന്റെ അടുക്കലുള്ള ലൗഹുൽ മഹ്ഫൂദ് എന്ന രേഖയിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതാണ് എന്നാണ്. സൂറത്തുൽ ഇസ്രാഇന്റെ 58-ാമത്തെ ആയത്താണ്. ആദ് സമുദായം, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആരോഗ്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യമെന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടതിന് പകരം അവർ അഹങ്കാരം നടിച്ചു. അവര് പറഞ്ഞു, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ വലിയ കരുത്തര് വേറെ ആരാണുള്ളത്? ഇന്ന് പലപ്പോഴും പല ആളുകളും അങ്ങനെയാണ് അഹങ്കരിക്കുന്നത്. ഞങ്ങളെക്കാൾ വലിയ ആയുധബലമുള്ള രാജ്യം ഏതാണുള്ളത്? ലോക പോലീസ് ഞങ്ങളാണ്, ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുക എന്ന് അഹങ്കരിക്കുന്നവർ. അല്ലാഹു തആല ആദ് സമുദായത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ, അവരറിയുന്നില്ലേ അവരെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കാൾ എത്രയോ കരുത്തുള്ളവനാണ് എന്ന്. ഈന്തപ്പന തടികൾ മറിഞ്ഞു വീണതുപോലെ ആ നാട്ടുകാർ മറിഞ്ഞു വീണു. ശക്തമായ കാറ്റുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു. ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ഒരു ഭാഗത്ത് ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് നിന്ന് ആ തീ ആളിക്കത്താവുന്ന രൂപത്തിൽ സഹായകമായി ചൂടുകാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, മഹാനായ സാലിഹ് അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ 9 മല്ലന്മാരായ ആളുകളുണ്ടായിരുന്നു. വകാന ഫിൽ മദീനതി 9 റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. ആ 9 ആളുകള് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായിരുന്നു. അവരൊരു നന്മയും ഉണ്ടാക്കുന്ന ആളുകളായിരുന്നില്ല. അവരെ പറ്റി അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, വമക്കറൂ മക്റാ വമക്കർനാ മക്റാ വഹും ലാ യശ്ഉറൂൻ. അവര് തന്ത്രം പ്രയോഗിച്ചു, നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു, അവരറിയാത്ത രൂപത്തിൽ. അതിൽ 52-ാമത്തെ അഥവാ സൂറത്തുൻ നംലിന്റെ 52-ാമത്തെ ആയത്തിൽ കാണാം, ഫതിൽക ബുയൂതുഹും ഖാവിയതൻ ബിമാ ളലമു.
അവർ അക്രമികളായതുകൊണ്ട് തന്നെ അവരുടെ വീടുകളെ നാം നശിപ്പിച്ചു, അതൊക്കെ തകർന്ന് തരിപ്പണമായി. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യഅലമൂൻ. കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട് എന്നതാണ്. ഇതിൽ നിന്നൊക്കെ നമുക്കൊരു പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ ആരും നിർഭയരല്ല. അത് തീപിടുത്തമാകാം, അല്ലെങ്കിൽ ഉരുൾപൊട്ടലാവാം, അല്ലെങ്കിൽ ജലപ്രളയമാകാം, സുനാമി പോലെയുള്ള രൂപത്തിലുള്ള നാശനഷ്ടങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള പകർച്ചവ്യാധികളാവാം. എങ്ങനെയാണ് അള്ളാന്റെ അദാബ് ഇറങ്ങാൻ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അല്ലാഹു തആല പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർള്. ആ നാട്ടുകാർ വിശ്വസിക്കുകയും തഖ്വ കൈവരിക്കുകയും ചെയ്യുമായിരുന്നെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് ബറക്കത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു. വലാകിൻ കദ്ദബൂ, എന്നാൽ അവർ കളവാക്കി. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ച നിമിത്തം നാം അവരെ പിടികൂടി. അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ വഹും നായിമൂൻ ബയാതൻ വഹും നായിമൂൻ. ആ നാട്ടുകാർ നിർഭയരാണോ? അവർ രാത്രി ഉറങ്ങിക്കിടക്കെ നമ്മുടെ അദാബ് അവർക്ക് വരില്ല എന്നതിനെ സംബന്ധിച്ച്. അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹം വഹും യൽഅബൂൻ. ളുഹാസമയത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ അദാബ് ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് അവർ നിർഭയരാണോ? അഫ അമിനു മക്റല്ലാ, അള്ളാഹുവിന്റെ തന്ത്രത്തെ പറ്റി അവർ നിർഭയരാണോ? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. നഷ്ടക്കാരായ ജനതയല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെപ്പറ്റി നിർഭയരായി കഴിയുകയില്ല എന്നുള്ളതാണ്. ഇത്ര സ്ഥലത്ത് അള്ളാഹു ചോദിക്കുന്നു, അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ. ഉപരിയുള്ളവനായ അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരാണോ? അം അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ. ഉപരിയിലുള്ളവനായ അല്ലാഹു നിങ്ങൾക്ക് നേരെ ചരൽക്കാറ്റ് അയക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരാണോ? നിങ്ങൾക്ക് പേടിയില്ലേ? ഫസതഅലമൂന കൈഫ നദീർ, അപ്പോൾ നിങ്ങൾ അറിയും എങ്ങനെയാണ് എൻ്റെ താക്കീത് എന്ന്. വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ് പലരും കളവാക്കിയിട്ടുണ്ട്. ഫകൈഫ കാന നകീർ, അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ പ്രതിഷേധമെന്ന് അവർ അറിഞ്ഞിട്ടില്ല എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ ഉപദ്രവിക്കുന്നവരെ അള്ളാഹു ശിക്ഷിക്കുമെന്നുള്ളതാണ്. ഇന്നല്ലാഹ യുഅദ്ദിബുല്ലദീന യുഅദ്ദിബൂന അന്നാസ ഫിദ്ദുനിയാ. ദുനിയാവിൽ വെച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആക്രമിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നതാകുന്നു. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖി ദഅവതൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം. ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, കാരണം ആ ആക്രമിക്കപ്പെട്ട വ്യക്തിക്കും അള്ളാഹുവിനുമിടയിൽ മറയില്ല. അഥവാ പ്രാർത്ഥന പ്രത്യേകമായി സ്വീകരിക്കപ്പെടുമെന്നുള്ളതാണ്. ഒരു പക്ഷേ ഗസയിലും മറ്റും പീഡിപ്പിക്കപ്പെടുന്ന പിഞ്ചു പൈതങ്ങളുടെ അടക്കമുള്ള ആളുകളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരവായേക്കാം. ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഹദീസിൽ കൃത്യമായി വന്ന സംഗതിയാണ്, ആരുമില്ലാത്ത ദുർബലരായ ആളുകളെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ ആക്രമിക്കുമ്പോൾ അത്തരം ആക്രമിക്കപ്പെടുന്നവർ അള്ളാഹുവോട് നമുക്കെതിരെ എങ്ങാനും പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമ്മൾ നശിപ്പിക്കപ്പെടും. അത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു ഈ ലോകത്തുണ്ടാക്കുന്നത്? ഇതൊരു പ്രകൃതിയുടെ പ്രതിഭാസമല്ല, യാദൃശ്ചികമായി ഉണ്ടാകുന്നതല്ല. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. വലിയ ശിക്ഷയ്ക്ക് മുമ്പ് ചെറിയ ശിക്ഷകൾ ഞാൻ നിങ്ങളെ ആസ്വദിപ്പിക്കും, അല്ലെങ്കിൽ അവരെ നാം ആസ്വദിപ്പിക്കും. അവർ അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങാൻ വേണ്ടിയിട്ടാണ് എന്ന് സൂറത്തു സജദയിലെ 21-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹുവിങ്കലേക്ക് മടങ്ങാനുള്ള വഴികളാണ് എന്നുള്ളതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകുന്നവനാണ് എന്നതുപോലെ തന്നെ ഏത് നിമിഷവും നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ മക്കൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ ജോലി, നമ്മൾ നേടിയെടുത്ത എന്തെല്ലാം സമ്പാദ്യമുണ്ടോ അതൊക്കെ ഏത് നിമിഷവും തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന തിരിച്ചറിവാണ് ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിൽ പറയുന്നു, ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയാ കമാ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാതുൽ അർളി മിമ്മാ യഅകുലുൻ നാസ് വൽ അൻആം. ഈ ദുനിയാവിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്നൊരു മഴ പെയ്യുന്നു, അവിടെ ഭൂമിയിൽ എന്നിട്ട് സസ്യങ്ങളും മറ്റും ഇടതൂർന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭൂമി അതിൻ്റെ അലങ്കാരമണിയുന്നു. അങ്ങനെ നിൽക്കെ ഒരു രാത്രിയിൽ അല്ലെങ്കിൽ ഒരു പകലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന കടന്നു വരികയും അതെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതുപോലെയാണ് ദുനിയാവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ സ്വത്തും നമുക്കുള്ള അനുഗ്രഹങ്ങളും എന്നും നിലനിൽക്കുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ എല്ലാം തകർക്കപ്പെടാം. സമ്പന്നതയുടെ കൊടുമുടിയിൽ നിന്ന് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് മാറാൻ നിമിഷങ്ങൾ മാത്രം മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ 266-ാമത്തെ ആയത്തിൽ പറയുന്നു, അയവദ്ദു അഹദുകും അൻ തകൂന ലഹു ജന്നത്തും മിൻ നഖീലിൻ വഅനാബിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ലഹു ഫീഹാ മിൻ കുല്ലി الثمرات فأصابه الكبر وله ذرية ضعفاء فأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون. നിങ്ങളിൽ ഒരാൾക്ക് ഈന്തപ്പന മരങ്ങളും മുന്തിരി വള്ളികളുമൊക്കെയുള്ള വലിയ തോട്ടങ്ങളുണ്ടെന്ന് കരുതുക. അതിന്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തരം കായ്ക്കനികളുമുള്ള മനോഹരമായ ഒരു തോട്ടം. അങ്ങനെ ഈ തോട്ടത്തിന്റെ മുതലാളിക്ക് പ്രായമായി, വാർദ്ധക്യമായി, അദ്ദേഹത്തിനാകട്ടെ ഒരുപാട് ദുർബലരായ മക്കളുമുണ്ട്. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ തീയോടുകൂടിയ ഒരു ചുഴലിക്കാറ്റ് ആ തോട്ടത്തെ ബാധിക്കുകയും എല്ലാം നശിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും ചിന്തിച്ചു മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം ദുരന്തങ്ങളും അപകടങ്ങളും ലോകത്ത് നടക്കുമ്പോൾ അത് അവിടെയല്ല, നമ്മളെ ബാധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. മറിച്ച് ഇതൊക്കെ ഒരു മുന്നറിയിപ്പാണ്, ഒരു താക്കീതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് മടങ്ങാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. ശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും തീയെ സംബന്ധിച്ച് പല രൂപത്തിലുള്ള പരാമർശങ്ങളുമുണ്ട്. മനുഷ്യന്മാർക്ക് പല നിലക്കുമുള്ള ഉപകാരങ്ങൾ ലഭിക്കുന്നതാണ് തീ എന്ന് നമുക്കറിയാം. വെളിച്ചം ലഭിക്കാനും കത്തിക്കുവാനും തുടങ്ങി പല നിലക്കുമുള്ള ഉപകാരങ്ങൾ തീ കൊണ്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തെ തീയിലിട്ട ചരിത്രവും, മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ കുടുംബത്തോടൊപ്പം വരുമ്പോൾ തീ കാണുമ്പോൾ ആ തീൻ്റെ അടുക്കലേക്ക് പോകുന്നതും, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പരാമർശങ്ങളും തീയുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. തീയെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ അല്ലാഹു തആല നമ്മോട് പറയുന്നുണ്ട്. സൂറത്ത് യാസീനിൽ കാണാം, അല്ലദീ ജഅലകും മിനശ്ശജരിൽ അഖ്ളരി നാറാ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ അതിൽ നിന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. സൂറത്ത് യാസീനിലെ 80-ാമത്തെ ആയത്താണ്. സൂറത്തുൽ വാഖിയയിൽ കാണാം, അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ
ഉരസി കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ, നിങ്ങളാണോ അതിന്റെ മരം സൃഷ്ടിച്ചുണ്ടാക്കിയത്, അതല്ല നാമാണോ? നഹ്നു ജഅൽനാഹാ തദ്കിറതൻ വമതാഅൻ ലിൽ മുഖ്വീൻ, ആ തീയ നാം നരകത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തലാക്കിയിരിക്കുന്നു, ദരിദ്രരായ സഞ്ചാരികൾക്കുള്ളൊരു ജീവിത സൗകര്യവുമാകുന്നു അത് എന്നാണ്. തീ നരകത്തെ പറ്റിയുള്ളൊരു മുന്നറിയിപ്പാണ്. മുൻഗാമികളൊക്കെ തീ കാണുമ്പോൾ നരകത്തെ ആലോചിച്ച് കരയാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ദുനിയാവിലെ ഒരു തീ വരുമ്പോഴേക്ക് തന്നെ നമ്മൾ ബേജാറായിക്കൊണ്ടിരിക്കുന്നു. ഒരു നാട്ടിൻ്റെ ഒരു ഭാഗത്ത് ഒന്ന് തീ ആടി പടർന്നപ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ മാറ്റി താമസിപ്പിച്ച് ലോകം മുഴുവൻ നെടുങ്ങിയിരിക്കുന്നുവെങ്കിൽ ഖിയാമത്ത് നാളിന്റെ അവസ്ഥകളെ പറ്റി പറയുമ്പോൾ അല്ലാഹു പറഞ്ഞത് വൈദൽ ബിഹാറു സുജ്ജിറത്, സമുദ്രങ്ങൾ ആളിക്കത്തിക്കപ്പെടുമെന്നുള്ളതാണ്. ഈ നരകത്തിയെ പറ്റി നബി എന്താ പറഞ്ഞത്? നാറുക്കും ഹാദിഹില്ലതി യൂഖദു ബിനു ആദമ ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ ഹർരി ജഹന്നം, നരകത്തീയുടെ 70-ൽ ഒരു അംശം മാത്രമാണ് ജനങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുന്ന തീ. സ്വഹാബിമാര് പറഞ്ഞു, നബിയെ ഈ ദുനിയാവിലെ തീ തന്നെ മതിയായതാണല്ലോ എന്ന്. അപ്പൊ നബി പറഞ്ഞു ഫഇന്നഹാ ഫുള്ളിലത അലൈഹാ ബിതിസ്അതിൻ വസിത്തീന ജുസ്അ കുല്ലുഹും മിസ്ലു ഹർരിഹാ, എന്നാൽ നിങ്ങൾ അറിയേണ്ടത് പരലോകത്തിലെ നരകത്തിലെ തീ എന്ന് പറഞ്ഞാൽ ഈ തീയിലേക്ക് 69 ഇരട്ടി കൂടി കൂട്ടിയതാകുന്നു എന്നുള്ളതാണ്. ആ നരകം അത്രയും ഭീകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ തീപ്പൊരിയെ പറ്റി പറഞ്ഞത് ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസർ, കൊട്ടാര സമാനമായ തീപ്പൊരികൾ അതിങ്ങനെ പാറിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. കഅന്നഹു ജിമാലത്തുൻ സുഫർ, മഞ്ഞ നിറത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങൾ ചിന്നിച്ചിതറുന്നത് പോലെ തോന്നിപ്പോകും. അതാണ് നരകത്തിന്റെ തീപ്പൊരി എന്ന് പറയുന്നത്. ഫഅൻദർതുകും നാറൻ ജലല്ലാ, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. ഈ ആയത്തൊക്കെ ഓതി നിസ്കാരത്തിൽ ബോധരഹിതരായ മുൻഗാമികളുടെ ചരിത്രമൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. മനുഷ്യരും കല്ലുകളും ഇന്ധനമാക്കി കത്തിക്കപ്പെടുന്ന നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. നിഷേധികൾക്ക് വേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ടതാകുന്നു അത് എന്നാണ്. അതേ, ആ നരകം ആളിക്കത്തുന്നതാണ്. മനുഷ്യന്റെ തൊലി ഉരിച്ചു കളയുന്ന, തലയോട്ടി ഉരിച്ചു കളയുന്ന അതിഭീകരമായ തീയാകുന്നു അത്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആള് പോലും കരുതുക, ഞാനാണല്ലോ ഏറ്റവും അധികം ശിക്ഷിക്കപ്പെടുന്നത് എന്നാണ്. അഗ്നിയാലുള്ള ചില ചെരുപ്പ് പോലെയുള്ള കാര്യങ്ങൾ അയാൾക്ക് ധരിപ്പിക്കപ്പെടുമ്പോ അയാളെ തലച്ചോറ് പോലും തിളച്ചു മറിയുമെന്നുള്ളതാണ്. നാറു ജഹന്നം അശദ്ദു ഹർറ, അല്ല പറഞ്ഞതാ നരകത്തീയാകുന്നു ഏറ്റവും ചൂടുള്ളത്, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തീ കാണുമ്പോൾ, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പരലോകവുമായി ബന്ധപ്പെട്ടൊന്ന് ചിന്തിക്കുവാൻ നമ്മൾ തയ്യാറാവണം. ദുനിയാവ് തന്നെ അള്ളാന്റെ പരീക്ഷണങ്ങൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിക്കലും പ്രിയമുള്ളവരെ നരകസ്ഥിതി നമുക്ക് സഹിക്കാൻ കഴിയില്ല. അത്രയും ഭീകരമാണ് ആ ലോകം. ഒരു കാരക്കച്ചീള് ദാനം ചെയ്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഖൂ അൻഫുസകും വഅഹ്ലീകുൻ നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കുക എന്നാണ്. ദുനിയാവിലെ തീന്ന് രക്ഷപ്പെടാൻ, വീട്ടിൽ തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടാനുള്ള വഴികൾ ഒരുക്കുമെങ്കിൽ, എന്നാൽ നിത്യനരകത്തിലേക്ക് നടന്നെടുക്കുന്നത് കാണുമ്പോൾ അതിനെ തടയിടുവാൻ, അതുപോലെ തന്നെ നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ തേടണം. ദുനിയാവിലെയും പരലോകത്തിലെയുമുള്ള എല്ലാ അദാബുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ, ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين آمين آمين برحمتك يا أرحم الراحمين صلى الله على محمد وعلى آل محمد الحمد لله رب العالمين.